ഹലോ മച്ചന്മാരെ, ഇറ്റ്സ് മീ, ഐ ആം ലിയോ. എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ചെക്കൻ കണ്ടോ, ലെജൻഡിൻ്റെ മാഫിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ വണ്ടി വിളിച്ചെന്ന് വെച്ചാൽ നമ്മളിന്ന് പ്രകാശ് പോകാൻ പോവാം. കാരണം നമ്മുടെ പുത്തൻ ചെക്കൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ വണ്ടി എടുക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്ലാക്ക് ഫയറിൻ്റെ 2 വണ്ടികളും ഓട്ടം പോയിട്ടാണ്. മറ്റേ മാർക്കാറും അതേമാതിരി അവതാറും രണ്ടും ഓട്ടം പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബസ് എന്ത് ചെയ്യാൻ വിളിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ടീമത്തെ കുറച്ച് ആൾക്കാരും കുറച്ചല്ല അത്യാവശ്യം ആൾക്കാരുണ്ട് ഓരും, പിന്നെ അതേമാതിരി നമ്മുടെ ഫാമിലിയിലത്തെ ആൾക്കാരും കൂടി ആണ് പ്രകാശ് ബാംഗ്ലൂരിൽ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ അത് വണ്ടി വിളിച്ചത്. അപ്പോൾ നമ്മൾ ക്യാബിനിൽ കയറി ഇരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞോളൂ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഗൈസ്. അപ്പോൾ പുള്ളിക്കാരൻ വണ്ടി എടുക്ക് തുടങ്ങി ഗൈസ്. അതൊക്കെ അത്ര ഉള്ളു ഗൈസ്. ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് കൂടുതലാണ്, എല്ലാവരും ക്ഷമിക്കുക വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ തൊണ്ടടഞ്ഞാണ്, ജലദോഷമാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്, നല്ല ജലദോഷമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഏതായാലും പോവാം ഗൈസ്. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും നോക്കാറില്ല. നമ്മൾ റെഡ് സിഗ്നലിലൊന്നും നിർത്താറില്ല. ഞാൻ എന്ത് വെറുതെ പറയേണ്ട ഗൈസ് ഓരോന്ന് പിച്ചുമേ. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഏതായാലും പോവാം ഗൈസ്. ഇത് അപ്പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരെയാണ് സ്പീഡിൽ വിടുന്നില്ല. എന്താണ് ഭാവി. ഓക്കെ ഗൈസ്. അപ്പോൾ ഈ സൈഡിലെന്താ ഗേറ്റൊക്കെ വലിയ പണക്കാരൻ്റെ വീടാണെന്ന് തോന്നുന്നത്. ഗേറ്റൊക്കെ ഉണ്ട്, ഗേറ്റില്ല. പക്ഷേ പണക്കാരൻ്റെ വീട് പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ വീട് മാതിരിയാണ്. നമ്മൾ കണ്ടതാണ് നമ്മുടെ ഗ്യാരേജ് ഇവിടെ അല്ലേ. നമ്മുടെ ഗ്യാരേജിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തതിൻ്റെ. അപ്പോൾ ആ കത്തോള ഗൈസ്. പിന്നെ അതേമാതിരി ഇവിടെ ഞങ്ങൾക്കുണ്ടായ ക്ഷമിക്കുക, തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുക, എല്ലാത്തിനും ക്ഷമിക്കുക ഗൈസ്. ക്ഷമിച്ച് തരുക ഗൈസ്. ഗൈസ് നമ്മൾ 10 വീടാണ്, 94 പോകണമെങ്കിൽ എന്തെങ്കിലും ബസ്സിന് പോകാൻ പറ്റും. പക്ഷെ ഗെയിമല്ലേ, നമ്മൾ ഒന്നും ഇതാക്കണ്ട, ചെയ്യണ്ട. ലെജൻഡ് ജോളി ഡേയ്സ് ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ ലെജൻഡ് ജോളി ഡേയ്സ് കയറുന്നത്. അല്ല ഇതിന് മുന്നേ കുറേ പ്രാവശ്യം കയറുന്നുണ്ട്, പക്ഷേ ഗെയിമിൽ നമ്മൾ ഓരോന്ന് അറിയണമല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ബാംഗ്ലൂരൊക്കെ എത്താനായതുകൊണ്ട് ചുരം കയറാണ് ഗൈസ്. ബാംഗ്ലൂരിൽ പോകാൻ ചുരമൊക്കെ ഉണ്ടാവുമോ ഗൈസ് അറിയില്ല. എന്തായാലും നമ്മൾ കയറി സാരില്ല. ചുരത്തിലാണ് നമ്മളുള്ളത്. പറത്തി വീടാണ് ചുരത്തിൽ. 58 വീടാണ് നമ്മൾ. ഒക്കെ അത്രയുള്ളൂ. നമ്മൾ ഇത് ഇന്തോനേഷ്യയിലുള്ള മാപ്പ് തന്നെയാണ്, വേറൊരു മാപ്പും നമ്മൾ ആഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വേറെ ഒരു മാപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അതൊന്നും വിഷയമുള്ള കാര്യമല്ല നമുക്ക്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു പുല്ലാണ് ഗൈസ്, പുലി. നമുക്കല്ല ഈ രംഗായിട്ട് കണ്ടോ 97 ഇതിൽ പോകുന്നത്. നമ്മളാണ് 100 പോകും. ചുരമൊക്കെ എന്ത് നമുക്ക് വെറും പുല്ല് ഗൈസ്. നമുക്ക് അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ ലെങ്തി വീഡിയോ ആണ്, ക്ഷമിക്കുക ഗൈസ്. ക്ഷമിച്ചേക്കും നിങ്ങൾ. കുറച്ച് ലെങ്ത്ത് കൂടി വെച്ചിട്ട് 17 മിനിറ്റൊക്കെ ഉണ്ട്. എടുത്തപ്പോൾ 22 മിനിറ്റൊക്കെ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ് 17. ഇനിയും കുറച്ച് ആ വീഡിയോയ്ക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ കാര്യമായിട്ട് കണ്ടന്റ് ഇല്ലാത്ത കണ്ടന്റാണ് ഇടുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഗൈസ്. ഞാൻ പറയാൻ മറന്ന്, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാണ്ട്. അപ്പോൾ വീഡിയോ വരാത്തതിൻ്റെ കാരണം എക്സാം ആയിരുന്നു ഗൈസ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ പരമാവധി എന്നും ഇടാൻ നോക്കാം. എന്നും ഇല്ലെങ്കിലും ഒന്നരാടം അങ്ങനെയൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, വീഡിയോ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എന്തിന് ഗൈസ്, നിങ്ങളുടെ എന്തിനാണ് വെയിറ്റ് ചെയ്യണ്? വേഗം സബ് ചെയ്തൂട്, നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ 200 സബ്ബായ നമ്മുടെ
200 സബ്ബായ നമ്മുടെ ഇത് മറക്കാറിൻ്റെ ലിവറി ഓർമ്മല്ലേ? അങ്ങനെ ഓർമ്മ ഉണ്ടാവുക. മറക്കാറിൻ്റെ ലിവർ എന്തായാലും റിലീസാക്കും. ഞാൻ പറഞ്ഞ ആൾക്കാർ ഭരിക്കും. വയനാടന് നല്ല റീച്ചുണ്ട് ഗൈസ്. ആരൊക്കെ കളിച്ച് ആ ലിവറി വെച്ച് ഗൈസ്. അപ്പോൾ നമ്മളിത് പറത്തി വിടുകയാണ്. നമ്മളല്ല ഗൈസ്, നമുക്ക് നമ്മൾ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇയാളിന്നിട്ട് വിളിച്ച് നോക്കണ്ട് നമ്മൾ പറത്തിയിടുക പറഞ്ഞിട്ട്. ഇയാളെല്ലാം ശരിക്കും വണ്ടി വിടുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഗൈസ്. അപ്പം അത്രയുള്ള ഗൈസ്. വിഷയം വേറെ വിഷയമില്ല. അപ്പം അങ്ങനെയൊക്കെ ഇതാ പുള്ളിക്കാരൻ പറത്തി വിടുകയാണ്. ജാതി എന്നാലും എൻ്റെ അമ്മ ചുരത്തിലൊക്കെ എത്ര സ്പീഡ് പോവും അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ പോയില്ല. പറയാനൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ മിണ്ടാതിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചളിയാളൊക്കെ ആരി കൂട്ടും മാത്രമുള്ളൂ. അപ്പം എല്ലാവരും സഹിച്ചിരിക്കുക. അപ്പോൾ അത്രയുള്ളൂ. സഹിച്ചിരിക്കല് സ്കിപ്പ് ചെയ്യാതാണ് കേട്ടോ ഗൈസ് എല്ലാവരും വീഡിയോ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണാം ഗൈസ്. പറയാൻ കിട്ടുന്നില്ല. നാവ് ഇങ്ങനെ വഴങ്ങി വരുന്നില്ല ഗൈസ്. വിചാരിക്കണ അരി പറയണതൊക്കെ തെറ്റിപ്പോവാ. ചിലതോണം നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞല്ല നാവത്. പുള്ളിക്കാരൻ ഒരേ പൂസാണ്. ഇതൊക്കെ അത്രേ ഉള്ളൂ. 58 ഇന്നിങ്ങനെ എത്തോ? ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് ഗൈസ്. 2ാമത്തെ ദിവസമാണ് ബാംഗ്ലൂർ. ഇന്നലെ രാത്രി ബാംഗ്ലൂർ എത്തി നമ്മൾ റൂമെടുത്ത് ഉറങ്ങി ഗൈസ്. അവിടുന്ന് പിന്നെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ വണ്ടി നേരെ പ്രകാശിച്ച് വിടുകയാണ് ഗൈസ്. ഒരേ പൂസുക. അതാണ് നമ്മുടെ പൂസ്. മനസ്സിലായില്ലെങ്കിൽ പറയല്ലേ ഗൈസിന്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം. അതങ്ങനെയാണ്. മനസ്സിലായില്ല എന്ന് ഒരിക്കലും പറയരുത്. മനസ്സിലായി എന്ന് എപ്പോഴും പറയാൻ പാടും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഗൈസ്? ഇത് നമ്മൾ പാട്ടാണെങ്കിൽ എത്താനും പറ്റില്ല. കോപ്പി റൈറ്റ് ആണെങ്കിൽ കിട്ടുമോ? എന്തിന് ഗൈസ് വെറുതെ കോപ്പി റൈറ്റ് വാങ്ങണം? എന്നെന്ത് ചങ്ങായി ഒരേ പൂസല്ലോ. പെടച്ച് വിടാണ് ഗൈസ്. ഓക്കെ. ഇവിടെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറോ? നമ്മളൊക്കെ എപ്പോഴേ ഇടിച്ചിട്ടുണ്ടാവും ഗൈസ്. അമ്മ ജസ്റ്റ് വയസ്സ് ഒരു കോതേനെ ഒച്ച പോലും കിട്ടില്ല ഗൈസ്. കോതിയിട്ടും കൂടിയില്ല. അമ്മ നേരെ ആ സൈഡിൽ കിട്ടോ. ആ വെളുത്തിക്ക് ഇൻഡിക്കേറ്റർ ഇട്ടേ. വെളുത്തകത്തിക്ക് ഈ വഴി ആ വഴി തന്നെ. വിട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലൂടെ സംസാരിച്ചിട്ട് അതേ പോവാണ്. എൻ്റെ വണ്ടി കിട്ടുന്നില്ല മര്യാദയ്ക്ക് കയ്യിൽ. പത്തിയിട്ടന്നെ സ്റ്റിക്കർ പകുതിയുണ്ട്. അപ്പം അതൊക്കെ അത്രയുള്ളത്. അപ്പം അങ്ങനെയൊക്കെ പറത്തി കിട്ടോ. നേരെ പൊക്കം. നേരെ സ്ട്രൈറ്റ് വേ. മനസ്സിലായില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ മനസ്സിലായെന്ന് പറയാം. അപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായി പറയാം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് ബാംഗ്ലൂരിൽ സ്കൂളൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിൽ സ്കൂളുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും സ്കൂളില്ലാതെ എങ്ങനെ കുട്ടികൾ പഠിക്കുക? പൊട്ടയാണോ ഞാൻ? അതെ, നിങ്ങൾ പറയും ഞാൻ പൊട്ടയാന്ന്. അപ്പോൾ പൊട്ടയല്ല, ഞാൻ ബുദ്ധിമാനാണ്. വളരെ വിക്സലൊക്കെ ഉണ്ടോയെന്നാവോ.
നല്ല രാത്രി ഫുള്ള് ലൈറ്റ് വർക്കിലൊക്കെയാണ്. പിന്നെ പാട്ട് ചെറുതായി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ട്യൂൺ പോലും കേൾക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആരും കോപ്പിറൈറ്റ് കിട്ടും ഗൈസ്. ചെറുതായിട്ടാണ് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് പാട്ടില്ലാന്ന് ഇപ്പം പറയാൻ പാട്ടുണ്ടെന്ന്. എന്തല്ലേ നേരത്തെ പറഞ്ഞ് ഇപ്പോൾ പാട്ടൊന്നുകൂടി വെച്ച്. നേരത്തെ ആ ചുരൊക്കെ അങ്ങോട്ട് എത്തിയപ്പോൾ ലൈറ്റാണ് പാട്ട് ചെറുതായി ഒന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടൊന്ന് കേൾക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ഇവിടെ വെൽത്ത് സൈഡിൽ കാണാൻ കേട്ടോ. ഇത് വെൽത്ത് സൈഡിൽ കാണാനാണ് പ്രകാശ് അവിടെ കയറ്റിട്ടോ കേട്ടോ. ഓക്കെ അപ്പോൾ വിളിക്കാം, ഞാൻ അറിഞ്ഞല്ലോ. ഇന്ത്യക്കാരനൊക്കെ ഉണ്ട്. പൂസിക്കോ പോട്ടെ ഇയാളിത് വണ്ടി എടുത്തേ ഏട്ടോ, വണ്ടി എടുത്തോ. അതന്നെ അപ്പോൾ നമ്മുടെ ഫോണ് നമ്മുടെ ഫോണ് നമ്മുടെ കയ്യിൽ 2 ഫോണുണ്ട്. അപ്പോൾ നമ്മളെ ഗാലക്സി S24 ബെസ്റ്റിൻ്റെ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഫോൺ അതാക്കണ ഗെയിമിൽ തൊട്ടേ നമ്മൾ ഈ വണ്ടി നമ്മുടെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ കേട്ടോ ശരിക്കത്ത്. അപ്പം അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാവർക്കും ഹാപ്പി വേണം. ഒരു വട്ടം പറഞ്ഞല്ലേ, പിന്നെ നീ പറയണേ വെറുപ്പിച്ചല്ലേ ഞാൻ. എടുത്തോ ആ ഏട്ടാ എടുത്തോ. ആ പൊക്കോ നമ്മൾ നിറവേക്കാൻ നോക്കണ്ട. പൊക്കോ ഒന്നും നോക്കണ്ട. ഒറ്റ മൈൻഡ് എടുത്തോ. നോ വൺ കെയർ. ഇടിച്ചാലിപ്പണ്ട ഏട്ടൻ ഞാൻ നീല്ലേ നമ്മൾ നോക്കിയ എടുക്കുക. ചിരിച്ചിട്ട് ചിരി കാര്യമാണ്. ആ ഓക്കെയാണ്. പൊക്കോ. പോട്ടെ. ആ അങ്ങനെ തന്നെ. മോനെ പ്രകാശിലെത്തി ഡെലിവറി ചെയ്യണം. സന്തോഷത്തിൻ്റെ ആർമാദിപ്പ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഗൈസ്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം. വണ്ടി കാണാൻ പോവാം. അപ്പോൾ നമ്മൾ നടക്കുന്നുണ്ട് ഗൈസ്. പറയണമെന്നും മനസ്സിലാവണില്ല ഗൈസ്. മനസ്സിലായാലും മനസ്സിലായി എന്ന് തന്നെ പറയാം, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി എന്ന് തന്നെ അറിയാം. അപ്പോൾ അതൊക്കെ അത്രയുള്ളൂ ഗൈസ്. വെറുതെ പോകണ്ട്. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? നമ്മുടെ ലെജൻഡിൻ്റെ കോലം കണ്ടോ നിങ്ങൾ? സാത്താനല്ലേ ഞാൻ പറയണ കേട്ട് ഞാൻ തന്നെ ചിരിക്കണം. ഇതവിടെ കാണാണ്ട് ഒരു വെള്ള വണ്ടി നിങ്ങൾക്ക് കാണാണ്ടാവോ ഇറ്റാണ്ട്. കണ്ടാ മോനെ ആ ലുക്ക് കണ്ടോ? രണ്ടാമത്തെ സെഡസ്ട്രയാണ് ഗൈസ്. ബിഗ് ബോയ്, സെക്കൻഡ് ബിഗ് ബോയ് ഇൻ അവർ ഫാമിലി ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ എഡിഷൻ നെയിം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. എഡിഷൻ നെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യണ എഡിഷൻ നെയിം ഞാൻ കൊണ്ടുവിടും. നേരത്തെ ഒച്ചെന്ന് പറയും റോബോട്ട് ഞാൻ വരികയുണ്ട്. അത് തൊണ്ടയിലൊന്ന് കുടുങ്ങിയതാണ്. ജലദോഷമെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞില്ലേ. വേറൊരു ബസ്സും കാണാമല്ലോ. വേറെ ബസ്സൊക്കെ ഇത് കെട്ടാണ്. മോനെ ലുക്ക് പോകണ്ടോ? എൻ്റെ അമ്മ ഇത് കുറേ മുന്നേ എടുത്തു വെച്ചതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കയറി വന്നപ്പോൾ ഒരു ബസ്സിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ വണ്ടി നിർത്തി നടന്നു വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ക്ലിപ്പും ചെയ്യാൻ പോയി. അത് നമ്മുടെ സ്വന്തം സോളോൻ്റെ ഗൈസ്. നമ്മുടെ ടീം മെമ്പർ സോളോൻ്റെ ചെക്കൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമ്മുടെ ബസ്സിൻ്റെ എല്ലാ ലിവറി ഓനെ ഉണ്ടാക്കി. വയനാടൻ്റെ നമ്മളുണ്ടാക്കി. വയനാടൻ്റെയും കുറേ അധികം ഓനെ ഉണ്ടാക്കി. കാരണം വയനാട് ഉണ്ടാക്കാൻ സഹായിച്ചത് ഓനാണ്. അപ്പോൾ ഓൻ്റെ ചാനലും കൂടി എല്ലാവരും സബ് ചെയ്യുക. 15 സബ്ബാണ്. ഓൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു 100-200 എത്തിക്കണം ചാനലിൻ്റെ സബ്. അപ്പോൾ അങ്ങനെ പിന്നെ 1K എൻ്റെയും ഒരു ആഗ്രഹമാണ്. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ചാനലിൽ 1K അടിയാന്ന്. അപ്പോൾ എല്ലാവരും ഇനിയും കൂടി സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഈശ്വരൻ്റെ വണ്ടിയാണ്, നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് തരാം. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടാവട്ടെ. സ്റ്റാർട്ടാവേ. വണ്ടി സ്റ്റെയറിങ്ങിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സ്റ്റെയറിങ്ങിൻ്റെ ലുക്ക് അതോടെ കിട്ടില്ല. പെട്ട് 5 മിനിറ്റ് നമ്മുടെ കുടുംബക്കാരൊക്കെ കയറട്ടെ, ക്രൂ മെമ്പേഴ്സൊക്കെ. എല്ലാവരും വണ്ടിയൊക്കെ ഒന്ന് കാണട്ടെ, അടിച്ചു കയറി വാ. ഓക്കെ വെറുതെ വണ്ടി എടുത്താണ് ടെസ്റ്റ് അടിക്കാൻ പോവാ. ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫാമിലി ATP വണ്ടിയാണ് കേട്ടോ അത്. ATPയിലാണ്. പിന്നെ വേറൊരു വണ്ടി കൂടിയുണ്ട് സെഡ്വാണ്. അതിൻ്റെ വർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. ഇനി ഇത് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ തന്നെ പറയാം. ഞാൻ പറഞ്ഞിരുന്നു നാവ് അങ്ങോട്ട് വഴങ്ങണില്ല, വായനൊന്നും അങ്ങോട്ട് വരുന്നില്ല, എന്ത് ചെയ്യാൻ. അപ്പം നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ല ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് തന്നെ വലിച്ചെടുക്കുക. ഇത് സാധാ കോട്ടയില്ല, വളച്ച് എടുക്കുക. വണ്ടി നല്ല സ്മൂത്ത് കണ്ടീഷൻ ഗൈസ്. പ്രകാശം നോക്കണുണ്ട്. പിന്നെ ഏതായാലേ നമ്മൾ ഇന്നൊരു ഡസ്റ്ററിങ് കൂടി ഇറക്കേണ്ടത് അശോക് ലേലൻ്റെ BS6. അതേമാതിരി 49 സീറ്റാണ് കേട്ടോ. സീറ്റാണ് കേട്ടോ. അതായത് 45 സീറ്റിൻ്റെ ഒരു ഡസ്റ്റർ എടുക്കുന്നുണ്ട്. അതേമാതിരി Z1 45 ഇറക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ 2 Z1 ഉണ്ട്. അപ്പോൾ Z1ൻ്റെ വർക്ക് കഴിഞ്ഞില്ല, കഴിയും. Z1 45 ഇറക്കണേ. ഞാൻ വെറുതെ പറഞ്ഞ ഇപ്പോൾ പണി ചെയ്യണതാണ് Z1 നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി വണ്ടി നിർത്താം, ഇനിയിപ്പോൾ ഇറങ്ങി പോവാം. ആടി ഡാൻസ് കളിക്കാൻ വീട്ടിൽ പോയി തുള്ളിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ ലിങ്ക്